കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പോളോ GT TSI ആയിട്ടാണ്. വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം അത് പോളോ GT ആയിരിക്കുന്നത്. കാരണം അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ 2017 മോഡലാണ് വന്നേക്കണത്. 17 മോഡൽ പോളോ GT TSI പെട്രോൾ ഓപ്ഷനിലാണ് വന്നേക്കുന്ന വണ്ടിയാണ്. പിന്നെ നമ്മൾ എടുത്ത് പറയുന്ന കുറച്ച് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കിലോമീറ്റർ വളരെ ലോ ആണ് ഓടിക്കണം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെറും 36,000 ചില കിലോമീറ്റർ മാത്രം ഓടിക്കണം. പോളോ GT കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അത് തന്നെ നമുക്ക് ഈ ഒരു വാഹനം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാനുള്ള കാരണം കൂടി. അപ്പോൾ വണ്ടീനെ കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. GT TSI എന്ന് പറയുമ്പോൾ DSG ഗിയർ ബോക്സാണ് വന്നേക്കണം. അപ്പോൾ പവറിന് പിന്നെ സാധാരണ ഗിയർ ബോക്സിനേക്കാളും ഒരുപാട് വ്യത്യാസം നമുക്ക് പോളോ GT ഒക്കെ ഓടിക്കുമ്പോൾ കിട്ടും. അത് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാവുന്ന കേസാണ്. പിന്നെ കൂടാതെ തന്നെ GT വണ്ടികൾക്ക് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോയ് വീൽസും കാര്യങ്ങളും ഇന്റീരിയറിലെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന വണ്ടിയും കൂടി ആയിരിക്കും ഈ ഒരു പോളോ. അപ്പോൾ വാഹനം നമുക്ക് ഫുള്ള് കണ്ടുവരാം. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട്, കാരണം എവിടെയൊക്കെ എന്തെങ്കിലും ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വാഹനം കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പോളോ TSI ആണ്, GT TSI വണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി നല്ല കലക്കൻ വണ്ടിയാണ്. യാതൊരു രീതിയിലുള്ളൊരു കേടുപാടുകളോ ഒരു പൊട്ടിക്ക് പോലും സ്ക്രാച്ച് ഇല്ലാത്ത നല്ല നീറ്റ് വണ്ടി. അപ്പോൾ വണ്ടീനെ കുറിച്ച് ഞാൻ പിന്നെ എടുത്തു പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പോളോ GT വാഹനങ്ങൾക്ക് DSG ഗിയർ ബോക്സാണ് തന്നെ. നല്ല രീതിയിൽ തന്നെ പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന DSG ഗിയർ ബോക്സാണത്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഡ്യുവൽ ക്ലച്ചിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ പോളോ GT വണ്ടികളുടെ വേറെ പ്രത്യേകതയാണ് ഫുൾ ഓപ്ഷൻ ആയിരിക്കും. എല്ലാവിധ ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിനകത്ത് കിട്ടും. പിന്നെ വണ്ടിക്ക് ഒരു ഫാൻസി നമ്പർ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നമുക്കിതിൻ്റെ വീലാസിൻ്റെ എയർ കണ്ടീഷനിലേക്ക് നോക്കാം. വീലാസിലേക്ക് വരുമ്പോൾ നല്ല നീറ്റായിരിക്കുന്ന വീലാസ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ലിഡിലേക്ക് വരാം. ലിഡായാലും യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ നമുക്ക് ലിഡ് കിട്ടുന്നില്ല. അത് സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളും കിട്ടുന്നില്ല. അതേപോലെ തന്നെ വിൻഷീൽഡായാലും നീറ്റായിരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും. GTയുടെ ബാഡ്ജ് നിൽക്കുന്നുണ്ട്. ലാമ്പായാലും വൃത്തി തന്നെ ഇരിക്കുന്നു. ഫോഗ് ലാംപ്സും നല്ല നീറ്റായിരിക്കുന്ന ഫോഗ് ലാംപ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെയും നോക്കുകയാണെങ്കിൽ ഇവിടെയും ലാമ്പ് നീറ്റായിട്ടിരിക്കുന്നു. ഫോഗ് ലാംപ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കിനി വീലാസ് നോക്കാം. വീലാസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സൊക്കെ ഉണ്ട്. അലോയ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. നമുക്കിവിടെ സൈഡ് പോർഷനിലേക്ക് വരാം. രണ്ട് ഡോറും ഇവിടെ പക്കാ നീറ്റായിട്ട് നിൽക്കുന്നു. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സൈഡ് പോർഷൻ ആയാലും ഇവിടെയും നീറ്റായിട്ട് നിൽക്കുന്നു. ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ചെറിയ സ്പോയിലർ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡീഫോക്കസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ബമ്പേഴ്സിലും യാതൊരു രീതിയിലുള്ള ഡാമേജ് കിട്ടുന്നില്ല. നമുക്ക് സൈഡിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് ഇരിക്കുന്നു. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റായിട്ട് നിൽക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. ഡോർ മാപ്പം ചേട്ടി ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ പോളോ GTയുടെ ആ ഒരു പ്ലേറ്റ് നമുക്കിവിടെ ഇൻസേർട്ട് വരുന്നുണ്ട്. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. 36,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ. ഫാൻസി കിലോമീറ്റർ ഉണ്ട് 36,001. അതേപോലെ തന്നെ DSG ഗിയർ ബോക്സ് വരുന്നുണ്ട്. ബാക്കി മോഡ്സൊക്കെ കാണാൻ പറ്റും. ഇവിടെ സ്റ്റിയറിങ്ങിലും കൺട്രോൾസ് വരുന്നുണ്ട്. പ്ലാറ്റ്ഫോമൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ ഡോർ പാഡ്സും വൃത്തി തന്നെ നിൽക്കുന്നുണ്ട്. സീറ്റ്സ് വാങ്ങാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. റൂഫായാലും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇനി നമുക്ക് പയ്യെ ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുന്ന ആ ഒരു ഡോർ പാഡ്സും കൂടെ കാണാൻ പറ്റും. ഇവിടെ സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ സീറ്റ്സ് കിട്ടുന്നുണ്ട്. റിയറിൽ നല്ല ലെഗ്റൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയർ സ്പേസും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂമും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോളോയുടെ ആ ഒരു എൻജിൻ ഭാഗം. ഞാൻ പറഞ്ഞ പോലെ TSI എഞ്ചിനാണ് നിൽക്കണം. യാതൊരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. കേട്ടോ, ഒരു ലീക്കേജോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതൊക്കെ നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടി. അതുപോലെ പേസ്റ്റിങ്ങൊക്കെ നോക്കാം. പേസ്റ്റിങ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് ബാറ്ററിയൊക്കെ നോക്കാം. ബാറ്ററി ആയാലും പവർഫുൾ ബാറ്ററി തന്നെയാണ് വന്നേക്കണം. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ലിഡൊന്ന് അപ്പ് ചെയ്യട്ടെ. ലിഡ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ബൂട്ട് കണ്ടോ, ഒരു അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് പാർസൽ ട്രേ വരുന്നുണ്ട്.
അതേപോലെ തന്നെ നമുക്കിനി ടയർ നോക്കിയേക്കാം. പിന്നെ ഫുള്ള് ഗ്രിപ്പ് കൊണ്ട് എയർസ് വെക്കുന്നുണ്ട്. നീറ്റായിട്ട് ഇരിക്കുന്ന ടയേഴ്സ് കാണാൻ പറ്റും. സ്പെയർ വീൽ റൂമായാലും നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ എഡ്ജസ്റ്റിലേക്ക് വരാം. എഡ്ജസ് നല്ല ഡിക്കി തന്നെ ഇരിക്കുന്ന ആ ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ലിഡും ഉണ്ടാകും. ലിഡായാലും നല്ല ഡിക്കി തന്നെ ഇരിക്കുന്ന ഒരു ലിഡും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിന് ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2017 മോഡൽ പോളോ GT TSI പെട്രോൾ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ ഇതിപ്പോൾ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതിനകത്ത് എല്ലാവിധ ഫീച്ചേഴ്സും ലോഡറാണ്. പിന്നെ DSG ഗിയർ ബോക്സ് വന്നിരിക്കണം. നല്ല പവറും മൈലേജിൻ്റെ കാര്യത്തിൽ നമുക്കത് മീറ്റർ നോക്കിയാൽ പറയാൻ പറ്റുള്ളൂ. എത്രയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8.5 ലക്ഷം രൂപയാണ്. 8.50 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വോയിസ് അയക്കാം, മെസ്സേജ് അയക്കാം. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പോളോൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.